മാഹുലി ഫോർട്ട് ട്രെക്കിങ്ങിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഫോർട്ടിന്റെ കല്യാൺ സൈഡിലാണ്. സോ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത്, ഇവിടെ ഒരു കേവ് ഉണ്ട്, അവിടെ നമുക്ക് വെള്ളം കിട്ടും. അപ്പോൾ അവിടെ വെച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അടുത്ത് കഴിഞ്ഞിട്ട് കല്യാൺ ദർവാസയുടെ ആ ഭാഗത്തേക്ക് നമുക്ക് കൂടുതൽ താഴോട്ട് ഇറങ്ങാനുണ്ട്. അപ്പോൾ അത് അവിടുത്തെ കാഴ്ചകൾ കാണണം. അതിനുശേഷം ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ആയ ഗണേഷ് ദർവാസിന്റെ അവിടേക്ക് പോകണം. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങും. സോ നമുക്ക് പോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മാഹ്ലി ഫോർട്ടിലെ കാഴ്ചകളിലേക്ക് നാം യാത്ര തുടരുകയാണ്. ഇന്ന് ആദ്യം നാം പോകുന്നത് കല്യാൺ ദർവാസയുടെ അടുത്തുള്ള കേവിലേക്കാണ്. ഈ കേവിൽ വെച്ച് നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാൻ കിട്ടും. ഒരു പാറയിൽ വെട്ടിയെടുത്ത് 2 തൂണുകളിലായിട്ടാണ് ഈ കേവ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതുണ്ടോ, ഒരു തരി പോലും ഇല്ലാത്ത നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. ഇത് ഉറവ വെള്ളമാണ്, മഴവെള്ളം എന്ന് അറിയണമല്ല, ഉറവായിട്ട് വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ മാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം. ഇതാണ് കേവിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. ആ തലക്കെ കാണുന്ന പിന്നാക്കിലിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടെ നിന്നൊരു 400 മീറ്ററും കൂടി നടന്നാൽ കല്യാൺ ദർവാസയുടെ മുകൾ ഭാഗം എത്തും. നമ്മൾ പോകുന്ന വഴിയിൽ താഴ്ഭാഗത്ത് ഒരു വഴി ഉണ്ടോന്നൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയാണ് കല്യാൺ ദർവാസ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് താഴോട്ട് ഇറങ്ങി തുടങ്ങാണ് ദർവാസയുടെ ഭാഗത്തേക്ക്. ഈ ട്രെക്കിങ്ങിലെ ഏറ്റവും അഡ്വഞ്ചർ കൂടിയ ഭാഗമാണ് കല്യാൺ ദർവാസ. കാരണം നമുക്ക് 3 ഭാഗത്ത് നല്ല റോക്ക് പാച്ചിലൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങാനുണ്ട്. അവിടെ കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് നമ്മൾ ആദ്യത്തെ ഭാഗം. ഇത് ബാക്കിയുള്ള 2 ഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രക്ക് ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് മുകളിൽ കാണുന്ന ഒരു കല്ലിൽ പിടിച്ച് താഴോട്ട് കാല് വെച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു എൻട്രൻസ് കാണാൻ കഴിയും. സോ അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം വരുന്നത്. അത് നമുക്ക് ഈ പാറയുടെ പക്കിലൂടെ കുറച്ച് മുന്നോട്ട് നടക്കണം. അത് കഴിഞ്ഞ് ഇവിടുന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങണം. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. ഇവിടെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മുള വെച്ചിട്ടുണ്ട്. മുറയുടെ കൊമ്പൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ആ കയറിൽ പിടിച്ച് തൂങ്ങി ഇറങ്ങുക എന്നല്ലാതെ നമുക്ക് വേറെ ഐഡിയയും ഇല്ല. ഇവിടെ ഒരു ചെറിയ കയറ് കൊണ്ട് ഈ മുളയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ കറുത്ത് കാണുന്നത് ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു വയറാണ്. സോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് പിടിച്ചിറങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതിൽ പിടിച്ചിറങ്ങുമ്പോൾ കൈ ശരിക്കും വഴുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ മുളയുടെ ചവിട്ടാനുള്ള കൊമ്പുകളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് 3ാമത്തെ ഭാഗം. ഇവിടെ ഏകദേശം ഒരു 8 ഫീറ്റ് ഹൈറ്റിൽ നമുക്ക് താഴോട്ട് ഇറങ്ങാനുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റെപ്പ് എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് താഴോട്ട് ചാടുകയല്ലാതെ വേറെ രക്ഷയില്ല. സോ ഈ 3 ഭാഗങ്ങളും ഇറങ്ങിക്കഴിഞ്ഞാൽ താഴോട്ട് ഇനി ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകളിലൂടെ ഇറങ്ങുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. കാരണം ഓരോ സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഹൈറ്റ് ഉണ്ട്. സ്റ്റെപ്പിന്റെ വീതി വളരെ കുറവാണ്. അപ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് വേണം താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന പാറയിൽ ഒരു കിടങ്ങിന്റെ രൂപത്തിലാണ് ഈ ദർവാസ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദൂരത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എൻട്രൻസ് ഉള്ളതായി നമുക്ക് കാണാനേ കഴിയില്ല. ദർവാസയുടെ ഈ ഭാഗം വരെ നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഇനി ഇതിന് താഴോട്ട് ഇറങ്ങാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം അവിടെ കയറും കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് തിരിച്ചു കയറുകയാണ്. കല്യാൺ ദർവാസയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സ്ഥാനം തന്നെയാണ്. കാരണം ഒരു പാറയിൽ കൊത്തിയെടുത്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ദൂരത്തുനിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കോട്ടയിൽ നിന്ന് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി പോകാനും
എന്തെങ്കിലും യുദ്ധം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും കല്യാൺ ദർവാസയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഈ ഭാഗത്ത് താഴോട്ടിറങ്ങി അത്ര ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഇങ്ങനത്തെ ട്രക്കിംഗ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടി ചെയ്യുക. അതല്ലാതെ റാപ്പലിങ്ങോ അല്ലെങ്കിൽ വാൾ ക്ലൈമ്പിങ് അല്ലെങ്കിൽ റോക്ക് ക്ലൈമ്പിങ് ഇതൊന്നും ചെയ്ത് പരിചയമില്ലാതെ ഒരിക്കലും ഇങ്ങനത്തെ സ്ഥലത്ത് ട്രക്കിങ്ങിനോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ആക്ടിവിറ്റിയും ചെയ്യരുത്. ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കിയതിനു ശേഷം അവർ ഈ കല്യാൺ ദർവാസയും ഇനി നമ്മൾ കാണാൻ പോകുന്ന മെയിൻ എൻട്രൻസും ഒക്കെ അവർ നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കല്യാൺ ദർവാജയുടെ അവിടെ നിന്ന് ഷാപ്പൂർ ഭാഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് 2 മലകളെ തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്ന ഒരു കിടങ്ങുണ്ട് താഴെ. ഒരു 50-60 ഫീറ്റ് താഴ്ച ഉണ്ടാവും. ആ താഴ്ചയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലോ ഒരൊറ്റ കുത്തനെയുള്ള പാറയാണ്. അതിന് താഴെ നമുക്ക് ചെറുതായിട്ടുള്ള ഒരു കോണിയൊക്കെ ഉണ്ട്, ഇരുമ്പിൻ്റെ കോണിയുണ്ട്. പകുതി ഹാഫ് പോർഷന്, ഈ കോണിയുടെ ഹാഫ് പോർഷൻ നല്ലതാണ്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറച്ച് കേടായിട്ട് കിടക്കുകയാണ്. കുറച്ച് ശ്രദ്ധിച്ച് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങാം താഴത്തേക്ക്. മാവുളി ഫോർട്ടിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോഴും നശിച്ചു പോയിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് നശിച്ചു പോയിട്ടുണ്ട്. എന്നാലും കൂടി വളരെ ചുരുക്കം ചില ഭാഗങ്ങൾ നമുക്ക് അതിൻ്റെ കെട്ടും അതിൻ്റെ പിനാക്കലിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കാണാൻ പറ്റും. അത് നമുക്ക് മുകളിലേക്ക് കാണാൻ പറ്റും. നല്ല കല്ലും കൊണ്ട് കൊത്തിയെടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കൊത്തളങ്ങളുടെ ഭാഗങ്ങൾ കാണുന്നുണ്ട്. പണ്ട് എങ്ങാണ്ട് നശിച്ചു പോയതാണ്, പക്ഷെ എപ്പോഴും നമുക്ക് ചെറുതായിട്ടൊക്കെ കാണാം. ഇനി ഞങ്ങൾ മാഹുലി ഫോർട്ടിന്റെ മെയിൻ എൻട്രൻസിന്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിലും കുറെ കാട്ടുപോക്കുകളും അതുപോലെ തന്നെ കുറ്റിച്ചെടികളും വലിയ മരങ്ങളൊക്കെ കാണാൻ കഴിയും. കുറച്ച് ഭാഗങ്ങളിൽ മരങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ആ ഭാഗത്ത് നല്ല വെയിലാണ്. അത് കഴിഞ്ഞാൽ ഈ മരങ്ങളുടെ ഇടയിലൂടെ നടക്കാൻ നല്ല രസമാണ്. നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ ചെറിയൊരു ലേക്ക് ഉണ്ട്. ഇവിടെ ചെറുതാണ്, ഇപ്പോൾ കൂടുതൽ വെള്ളമൊന്നുമില്ല. പക്ഷെ മഴക്കാലത്ത് എനിക്ക് തോന്നുന്നു വരികയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇവിടുത്തെ കാണാൻ. പിന്നെ ഈ ലേക്കിന് തൊട്ട് മുകൾ ഭാഗത്തായിട്ട് ഇപ്പോൾ കോട്ടയുടെ കുറച്ച് ഭാഗങ്ങൾ ചെറിയ എന്തോ പഴയ ബിൽഡിങ് കാര്യങ്ങളാണ് പൊളിഞ്ഞ് ചാടി നിൽക്കുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് പോയി നോക്കാം. മാഹുലി ഫോർട്ട് നിർമ്മിച്ചത് മുഗൾ രാജവംശമാണ്. ഛത്രപതി ശിവാജി മഹാരാജാവും മുഗളന്മാരും തമ്മിൽ കുറെ യുദ്ധം ഈ ഫോർട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. അങ്ങനെ 1658 ഛത്രപതി ശിവാജി മഹാരാജാവ് ഈ ഫോർട്ട് പിടിച്ചടക്കി. അതിനുശേഷം മുഗളന്മാരും ഛത്രപതി ശിവാജിയും തമ്മിൽ കുറെ യുദ്ധം ഈ ഫോർട്ടിൽ വെച്ച് വീണ്ടും നടന്നിട്ടുണ്ട്. അവർക്ക് ഫോർട്ട് നഷ്ടപ്പെടുകയും ശേഷം അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ കുറെ കാലം ശിവാജി ആയിരുന്നു ഈ ഫോർട്ട് ഭരിച്ചത്. അങ്ങനെ 1817 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാഹുലി ഫോർട്ട് ആക്രമിക്കുകയും അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. താനെ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ മാഹുലി ഫോർട്ടിൽ നിന്ന് ചുറ്റും എല്ലാ സൈനിക നീക്കങ്ങളും നിരീക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഈ ഫോർട്ട് പിടിച്ചടക്കിയതിനു ശേഷം അവർ പെട്ടെന്ന് ഈ ഫോർട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത്.
മാഹുലി ഫോർട്ടിലെ പ്രധാന എൻട്രൻസ് ആണ് ഗണേഷ് ദർവാസ. ഈ ഭാഗത്ത് കുറെ കേവ്സ് ഉണ്ട്. പാറയിൽ വെട്ടിയെടുത്താണ് ഈ കേവ്സ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. മാഹുലി ഫോർട്ടിലെ ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത്. ട്രക്കിങ്ങിന് വരുന്ന സമയത്ത് റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ രാത്രി താമസിക്കാനും ഈ ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതിന് മുകൾ ഭാഗത്ത് ചെറിയൊരു കുളമുണ്ട്. പക്ഷെ അതിലെ വെള്ളം മലിനമായിട്ടുണ്ട്. എന്നാൽ മൺസൂണിലാണ് വരുന്നതെങ്കിൽ ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് പാചകം ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഭാഗത്ത് നിന്ന് താഴോട്ടുള്ള വഴികളെല്ലാം ബ്രിട്ടീഷുകാർ ഈ ഫോർട്ട് പിടിച്ചടക്കിയതിനു ശേഷം അവർ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഭാഗത്തു കൂടി താഴോട്ട് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ റാപ്പല്ലിങ് ചെയ്യേണ്ടി വരും. റാപ്പല്ലിങ്ങിനുള്ള ടൂൾസും അക്സസറീസും ഒന്നും ഇല്ലാതെ ഈ ഭാഗത്തു കൂടി നമുക്ക് താഴോട്ട് ഇറങ്ങാൻ കഴിയില്ല. ഇനി ഞങ്ങൾ മാഹുലി ഫോർട്ടിൽ നിന്ന് തിരിച്ചിറങ്ങാണ്. സമയം ഓൾറെഡി 2 മണി കഴിഞ്ഞു. ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മാഹുലി ഫോർട്ടിന്റെ ഷാപൂർ സൈഡും അതുപോലെ തന്നെ കല്യാൺ സൈഡിന്റെയും നല്ല വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. എങ്കിലും ഇവിടെ നിന്ന് നല്ല മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. ഇനി താഴെ എത്താൻ വേണ്ടി ആദ്യം ഒരു കോണിയിലൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങണം. 2 വർഷം മുമ്പ് ഞാനിവിടെ വന്ന സമയത്ത് ഈ കോണി ഇത്ര നല്ലതല്ലായിരുന്നു. ഇപ്പൊ ഇതൊന്ന് പുതുക്കി പണിതിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ഈ കോണിയിലൂടെ ഇന്ന് മുകളിലേക്കും അതുപോലെ തന്നെ താഴേക്കും ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ ഇറങ്ങിയാൽ നമ്മൾ ബേസ് വില്ലേജിൽ എത്തും. അതിലെ ഫസ്റ്റത്തെ 2 കിലോമീറ്റർ നല്ല വെയിലാണ്, കാരണം ചുറ്റും തണൽ മരങ്ങളൊന്നുമില്ല. പോകുന്ന വഴിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഫോർട്ടിന്റെ നല്ല അടിപൊളി വ്യൂ നമുക്ക് കാണാൻ കഴിയും. കുറെ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ ഇതുവരെ നടന്നു വന്നത്. നാം ഇന്നലെ പോയി ടെന്റ് അടിച്ച ആ പിന്നാക്കിൾസ് ആണ് ദൂരെ അവിടെ കാണുന്നത്. സോ അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഏകദേശം പകുതി ദൂരം കവർ ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മാഹുലി ഫോർട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹാഫ് വേ കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഭയങ്കര വെയിലായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി ആയിരുന്നു. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് പച്ചപ്പൊക്കെയുള്ള മരങ്ങളൊക്കെ നിറയുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചൊക്കെ കുഴപ്പമില്ല, വഴി അത്രയും കുത്തനെയുള്ള വഴികളല്ല, നിരപ്പ് വഴിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി താഴെ പോയിട്ട് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കാം. സോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ താഴെ എത്തി. സമയം 3:30 ഏകദേശം നമ്മളൊരു 1.25 മണിക്കൂർ കൊടുത്തു മുകളിൽ നിന്ന് താഴെ എത്താൻ വേണ്ടിയിട്ട്. സോ ട്രക്കിങ്ങിന് വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഷാപ്പൂരിൽ നിന്ന് 6:30 ബസ്സുണ്ട്. അതിന് പോരാ വൈകുന്നേരം 5-5:30 ലാസ്റ്റ് ബസ് എന്ന് തോന്നുന്നു. സോ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് ഒരു 200 മീറ്റർ കൂടി നടന്നാൽ ഞങ്ങൾ ഇന്നലെ ഓട്ടം ഇറങ്ങിയ ഭാഗത്തെത്തും. അതാണ് മാഹുലി വില്ലേജ്. മാഹുലി വില്ലേജിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ കൂടി പോയാലും വേറൊരു വില്ലേജ് ഉണ്ട്. അവിടേക്കാണ് ബസ് വരിക. ഒന്നെങ്കിൽ ഞങ്ങൾ നടക്കും, അതല്ലാന്നുണ്ടെങ്കിൽ താഴത്തുന്ന പോലെ ഓട്ടം എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ മാഹുലി ട്രക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ നേരെ താനയിലോട്ട് തിരിച്ചു പോവാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.